പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അദാനിമാർക്കും അംബാനിമാർക്കും വേണ്ടി തൊഴിലാളികളുടെ അവകാശങ്ങളും ആനുകൂല്യങ്ങളും തകർത്തെറിയാൻ മോദി സർക്കാർ നടത്തുന്ന കോർപ്പറേറ്റ് അനുകൂല നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെൻട്രൽ ലോട്ടറി ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അദാനിമാർക്കും അംബാനിമാർക്കും രാജ്യത്തെ തീരെഴുതി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സെൻട്രൽ ലേബർ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. അദാനിമാർക്കും അംബാനിമാർക്കും രാജ്യത്തെ തീരെഴുതി തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മോദി സർക്കാർ നിലപാടുകളെ മത്സരിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സെൻട്രൽ ലേബർ ഓഫീസിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചാണ് ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. മോദി സർക്കാരിന്റെ തൊഴിലാളികളുടെ കോർപ്പറേറ്റ് അനുകൂല സംരക്ഷിക്കും മോദി സർക്കാർ. ഇന്ത്യൻ മണ്ണിൽ തുലയട്ടെ, ഇന്ത്യൻ മണ്ണിൽ തുലയട്ടെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, SDDU സിന്ദാബാദ്, SDDU സിന്ദാബാദ്. പോരാട്ടങ്ങളിൽ നേടിയെടുത്ത തൊഴിലാളികളുടെ അവകാശങ്ങളെ അദാനിമാർക്കും അംബാനിമാർക്കും സാമ്രാജ്യത്തെ കൈകന്മാർക്കും ഒന്നായി തീരരുതും ബിജെപിയുടെ സർക്കാരെ തൊഴിലാളികൾക്കും മാപ്പ് തരില്ല. ഇൻക്ലാബ് സിന്ദാബാദ്, SDDU സിന്ദാബാദ്. ചൂഷകരില്ല ലോകം.
നമ്മുടെ മുദ്രാവാക്യം. SKTU സിന്ദാബാദ്. ഹലോ, ഈ പ്രതിഷേധ ധർണയുടെ അധ്യക്ഷൻ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ SKTUവിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഖാജ ഹുസൈനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹാർദപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ തൊഴിലാളി സുഹൃത്തുക്കളെ, സോഷ്യൽ ഡെമോക്രാറ്റ് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന നേതാക്കളെ, കേന്ദ്ര ഗവൺമെന്റിന്റെ തൊഴിലാളി നിയമം അട്ടിമറിച്ചുകൊണ്ട് 4 കോഡുകളായി തരംതിരിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കാലങ്ങളായി ഉണ്ടായിരുന്ന അവകാശങ്ങളെ ഘട്ടം ഘട്ടമായി ഇല്ലായ്മ ചെയ്യുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് കേന്ദ്ര മോഡി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ഈ തൊഴിലാളി വിരുദ്ധ കോഡിനെതിരെ സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള സെൻട്രൽ ലേബർ ഓഫീസ് മാർച്ചും ധർണാ സമരവുമാണ് ഇവിടെ നടക്കുന്നത്. ഈ ധർണാ സമരം ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് ഈ ട്രേഡ് യൂണിയന്റെ സംസ്ഥാന അധ്യക്ഷനും സോഷ്യൽ ഡെമോക്രാറ്റിക് ട്രേഡ് യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും മനുഷ്യാവകാശ രംഗത്തും ഈ ട്രേഡ് യൂണിയൻ ഞങ്ങളുടെ വഴികട്ടിയുമായ ആദരണീയനായിട്ടുള്ള ശ്രീമാൻ വാസുവേട്ടനാണ്. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ബഹുമാന്യ വാസുവേട്ടനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഈ ധർണാ സമരത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിനായി യൂണിയന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസൽ റഹ്മാനെ ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷനും യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ ശ്രീ ഖാജ ഹുസൈൻ, അതോടൊപ്പം ഈ ധർണാ സമരം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയിട്ടുള്ള യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റും പ്രമുഖ ട്രേഡ് യൂണിയനിസ്റ്റുമായ ശ്രീ വാസുവേട്ടൻ, മറ്റുള്ള ജില്ലാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നിസാമുദ്ദീൻ തച്ചോണം, സംസ്ഥാന രജിസ്ട്രാർ ശ്രീ അഡ്വക്കേറ്റ് എ റായി, സംസ്ഥാന സെക്രട്ടറി ശ്രീ സലീം ഖാനാരി, മറ്റു സംസ്ഥാന കമ്മിറ്റികളായ ശ്രീ ജലീൽ കടക്കൽ, നിസാർ പരുത്തിക്കുയി, സലാം പറക്കാടൻ, ഇസ്മായിൽ കമ്മന, നാസർ പുറക്കാട്, അനീഫ വേങ്ങര, അതോടൊപ്പം തന്നെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജാൻ വായക്കാല, എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അനീഷ് പട്ടാഞ്ചേരി, ഏറ്റവും പ്രിയങ്കരായ യൂണിയന്റെ പ്രവർത്തകരെ, അതോടൊപ്പം തന്നെ മുൻ ജില്ലാ പ്രസിഡന്റ് ശ്രീ റഷീദ് അലൈപ്പുറം, ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ യാക്കൂബ് സുൽത്താൻ, മറ്റു ജില്ലാ ഭാരവാഹികളെ, സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂണിയൻ പ്രസ്ഥാനം വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഇന്ത്യ എന്ന മഹാരാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഒരു കൃത്യമായ തൊഴിൽ നിയമങ്ങളും മറ്റുമായിട്ടാണ് നമ്മുടെ തൊഴിലാളികൾക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 29ഓളം തൊഴിൽ നിയമങ്ങളാണ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിരുന്നത്.
അത് കാലാകാലങ്ങളായി സാന്നിധ്യം കിട്ടിയ കാലം മുതൽ തന്നെ ആ നിയമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് അധികാരത്തിലേറിയ NDA സർക്കാർ 2020 ഈ 29 കോഡുകളെ 29 തൊഴിലുകളെ 4 കോഡുകളായി തിരിച്ചുകൊണ്ട് പുതിയ നിയമം പാസാക്കിയിരിക്കുകയാണ്. 2020 നിയമം പാസാക്കിയത്. പക്ഷെ അത് പ്രാബല്യത്തിൽ വന്നതും നിയമം പാസ്സായി പ്രാബല്യത്തിൽ എത്തിയത് ഈ 5 വർഷം ശേഷം 2025 ഈ 5 വർഷം കാത്തിരിക്കാനുള്ള കാരണം വിവിധ തൊഴിലാളി യൂണിയനുകളുടെ എതിർപ്പ് മൂലമാണ് അത് നീട്ടിക്കൊണ്ടുപോയത്. തികച്ചും തൊഴിലാളി വിരുദ്ധമാണ് ഇത്തരം ഈ പറയുന്ന 4 കോഡുകൾ. അത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. നേരിടുന്ന സമ്പ്രദായം തകർക്കുന്ന രീതിയാണ്. 100 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു വീടിനെയും സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള അറിവ്. അവരോട് എന്ത് സംഭവിക്കും? സംഘടിത തൊഴിലാളികൾ ഒറ്റപ്പെട്ടു പോകുകയും ആ സംഘടിത തൊഴിലവസ്ഥ നിലനിൽക്കാത്ത അവസ്ഥ വരികയും അത് തകർച്ചയും നേരിടുകയും ചെയ്യും. അന്ന് അസംഘടിത മേഖലയ്ക്കൊന്നും ചെയ്തിട്ടുള്ള ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്തരത്തിലുള്ള നിയമമായിട്ടാണ് ഈ സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും കോർപ്പറേറ്റുകൾ സഹായകരമായ രീതിയിൽ, കോർപ്പറേറ്റുകൾ സഹായിക്കുന്ന രീതിയിൽ, കോർപ്പറേറ്റുകൾ മാത്രം ഇവിടെ ഇന്ത്യ രാജ്യത്ത് നിലനിന്നാൽ മതി എന്ന നിലപാടുമായിട്ടാണ് ഈ മോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ ശക്തമായ സമരപരിപാടിയുമായിട്ടാണ് നമ്മുടെ ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 1 കൊല്ലം 1.5 കൊല്ലം മുമ്പ് വഞ്ചിസ്കോ ഒരു സമര പ്രഖ്യാപനം നടത്തുകയും വിവിധ കേന്ദ്ര ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുമ്പിൽ സമരപരിപാടിയുമായി മുന്നോട്ട് വയ്ക്കുകയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ സമരത്തിന്റെ തുടർച്ച തന്നെയാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. ഇനിയും ഇത്തരം സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നമ്മുടെ ഇവിടെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ 4 കോഡുകളെ ശക്തമായി എതിർക്കുന്നത്. ആ 4 കോഡ് നല്ലതിന് സ്വീകരിക്കാൻ തയ്യാറാണ്. പക്ഷെ അതിൽ ഭൂരിപക്ഷ നിയമങ്ങളും എന്ത് പറയുന്നു? തൊഴിലാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ തൊഴിലാളികളുടെ വേതനം ഇല്ലാതിരിക്കുന്ന രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതുപോലെ തന്നെ തൊഴിലിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല. ഒരു തൊഴിലും ഗ്യാരണ്ടിയില്ലാത്ത അവസ്ഥയാണ്. ഏത് തൊഴിലാളികളെയും ഏത് സമയത്ത് വേണമെങ്കിൽ പിരിച്ചുവിടാം. ഈ അവസ്ഥയാണ് നിലവിലുള്ളത്. ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവൻ തീരുമാനിച്ചിട്ടുള്ളതെന്ന് മാത്രം പറഞ്ഞുകൊണ്ടും ഞാൻ എന്റെ കർത്തവ്യത്തിൽ കത്തുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ ഇവിടുത്തെ എല്ലാമെല്ലാമായ ശ്രീ വാസുവേട്ടനാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇതിന്റെ അധ്യക്ഷൻ ഇവിടുത്തെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീ കാജ ഹുസൈനാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ നിശാബുദ്ദീൻ തച്ചോണം ഏതാനും നിമിഷം കൂടെ എത്തിയാലും അദ്ദേഹം യാത്രയിലാണ്. അദ്ദേഹത്തെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ സംസ്ഥാന ട്രഷറർ ശ്രീ എയറായി, സംസ്ഥാന സെക്രട്ടറി ശ്രീ സലീം കാരാടി എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ശ്രീ ജലീൽ കടക്കൽ, ശ്രീ നിസാർ പരുത്തിക്കുയി, ശ്രീ സാം പറക്കാടൻ, ഇസ്മായിൽ കമ്മന, നാസർ പുറക്കാട്, അനീഫ വേങ്ങരെ എന്നിവരെയും ഈ വേദിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിട്ടുള്ള കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് ശ്രീ ഉസ്മാൻ അക്കടവിനെയും സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടുത്തെ ഈ പരിപാടി ഒരുക്കുന്നതിനും മറ്റും അനവരാധം പങ്കെടുക്കുകയും ചെയ്ത ഇവിടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ ഷാജാൻ സാഹിബ്, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അനീസ് മട്ടാഞ്ചേരി, മറ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് യാക്കൂബ് സുൽഖാൻ, ജില്ലാ ട്രഷറർ ശ്രീ അനീഫ, മറ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ ജമാൽ സാഹിബ്, അതുപോലെ തന്നെ എല്ലാ ജില്ലാ ഭാരവാഹികൾക്കും, അതുപോലെ തന്നെ മറ്റുള്ള ഏരിയ ഭാരവാഹികൾ, അതുപോലെ എല്ലാ യൂണിയൻ പ്രവർത്തകർ എല്ലാവർക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞു നിർത്തുന്നു. ജയ് ഹിന്ദ്, ജയ് ശ്രീ. ഈ ധർണാ സമരം ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീമാൻ വാസുവേട്ടനെ സാദരം ക്ഷണിക്കുന്നു. ബഹുമാന്യരായ തൊഴിലാളി സുഹൃത്തുക്കൾ, ഈ യോഗം അധ്യക്ഷം വഹിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് ഖാജ ഹുസൈൻ, ഈ യൂണിയൻ്റെ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി നിസാമുദ്ദീൻ തച്ചോണം, അഭിവാദ്യം പറയാൻ ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് റഹീം,
സലീം കാരാടി, ജലീൽ കടക്കൽ, പ്രിയപ്പെട്ട നിസാർ പരുത്തിക്കുഴി, സലാം പാറക്കടൽ, ഇസ്മായിൽ കമ്മന, നാസർ പുറക്കാട്, അനീഫ വെങ്ങര, പ്രിയപ്പെട്ട ഷാജഹാൻ, ഈ സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള നമ്മുടെ എറണാകുളം ജില്ലയുടെ STTന്റെ എല്ലാ പ്രവർത്തകർക്കും അവരുടെ മുഴുവൻ ഭാരവാഹികൾക്കും ഈ ഇന്നത്തെ തൊഴിൽ ഉപേക്ഷിച്ച് ഈ വെയിൽ കൊള്ളാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട എറണാകുളത്തെ തൊഴിലാളി സഖാക്കൾക്കും എല്ലാവർക്കും, നാട്ടുകാർക്കും എല്ലാവർക്കും ഊഷ്മളമായി അഭിവാദ്യം പറഞ്ഞുകൊണ്ട് കുറച്ച് വാക്കുകൾ പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടെ പ്രധാനമായും നമ്മുടെ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം, എറണാകുളത്തെ മാത്രമല്ല ഇന്ത്യയിലെ മുഴുവൻ തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ BJP ഗവൺമെന്റ് ഒരു അസന്നിപാതം കണക്ക് ഒരു കടുത്ത കർമ്മമാണ് നിർവഹിച്ചിരിക്കുന്നത് കോഡ് നിർമ്മാണത്തിലൂടെ. ഇന്ത്യൻ തൊഴിലാളി വർഗം ഇന്നലെയോ പോരാടാൻ തുടങ്ങിയതല്ല. അങ്ങനെയാണ് ഈ തലമുറ വിചാരിച്ചത്. ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചു. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ 1900-ലാണ് ഇന്ത്യൻ തൊഴിലാളി വർഗം പോരാടാൻ തുടങ്ങിയത് എന്നാണ് ഞാൻ വിചാരിച്ചത്. 29 നിയമങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യൻ തൊഴിലാളി വർഗം പോരാടാൻ തുടങ്ങിയത് ഞാൻ വളരെ കുറച്ചായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളൂ. 1882-ലാണ്. 1882 ഇന്ത്യൻ തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ, അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഇവിടെ ഇന്ത്യയിൽ ആദ്യമായി തൊഴിലാളി വർഗത്തിന് ഒരു തൊഴിൽ നിയമം കൊണ്ടുവന്നിട്ടുള്ളത്, ലേബർ നിയമം. അതിനുശേഷം 1926, 1946, 47 കാലഘട്ടങ്ങളിൽ ഉണ്ടായ അതിതീക്ഷണമായ ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ പോരാട്ടം. ഇന്ത്യൻ നേവി അവരുടെ കപ്പലുകളിൽ നിന്നുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ പോരാടി 1946 കാലഘട്ടത്തിൽ ഇന്ത്യൻ തൊഴിലാളി വർഗം, ബോംബെയിലെ ഇന്ത്യൻ തൊഴിലാളി വർഗം അതിനെ പിന്തുണച്ചുകൊണ്ട് വമ്പിച്ച പോരാട്ടങ്ങൾ നടത്തുന്നുണ്ട്. വലിയ വെടിവെപ്പും നമ്മുടെ തൊഴിലാളി വർഗത്തിന് അങ്ങേയറ്റം നഷ്ടമുണ്ടാക്കിയ രക്തസാക്ഷിത്വങ്ങളും നടന്ന അത്തരം പോരാട്ടങ്ങളുടെ കാലഘട്ടത്തിലാണ്, 46-47 കാലഘട്ടത്തിലാണ് ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന് അത്യാവശ്യമായിട്ടുള്ള അത്യന്തം ഉപകാരപ്രദമായിട്ടുള്ള കുറെ നിയമങ്ങൾ ഉണ്ടായിട്ടുള്ളത്. 1946 ഇൻഡസ്ട്രിയൽ എംപ്ലോയീസ് നിയമം, 47 വ്യവസായ തർക്ക നിയമം, 1948 ഫാക്ടറീസ് ആക്ട്, 1955 കരാർ തൊഴിലാളി നിയമം, 1976 എംപ്ലോയ്മെന്റ് കണ്ടിജൻസി സർവീസ് നിയമം. ഇങ്ങനെ 20ഓളം നിയമങ്ങൾ. ഈ 20ഓളം നിയമങ്ങൾ ഇന്ത്യൻ തൊഴിലാളി വർഗം പോരാടി അതിനുവേണ്ടി രക്തം കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആരും സൗജന്യമായിട്ട് തന്നിട്ടുള്ളതല്ല. ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഉണ്ടായതായാലും ശരി, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള നിയമങ്ങളായാലും ശരി, ആരും സൗജന്യമായിട്ട് ഒരു ഭരണകൂടം നൽകിയതല്ല. ഇന്ത്യൻ തൊഴിലാളി വർഗം രക്തം കൊടുത്തുകൊണ്ട് സമ്പാദിച്ചിട്ടുള്ളത്. ഇതിനെ എങ്ങനെ അട്ടിമറിക്കാം എന്നതാണ് നമ്മുടെ ഗവൺമെന്റ്, നമ്മുടെ പ്രിയപ്പെട്ട BJP-ക്കാരുടെ ഗവൺമെന്റ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം പരിശ്രമിച്ചു. ഇപ്പോഴും കൊണ്ടുവന്നല്ല, അതൊരു 5-10 കൊല്ലം മുന്നേ കൊണ്ടുവന്നാണ്. അത് മാസത്തിലെ അവര് കൊട്ടയിൽ വെക്കേണ്ടി വന്നു. നമ്മുടെ
കൃഷിക്കാര് വമ്പൻ ഒരു പോരാട്ടം നടത്തി. ഏത് രാഷ്ട്രീയക്കാരെ നടത്തിയതിനേക്കാളും ഗംഭീരമായിട്ടുള്ള ഒരു പോരാട്ടം ഇന്ത്യൻ കർഷകർ നടത്തേണ്ടത്. ആ കർഷകർക്ക് 3 നിയമങ്ങൾ കൊണ്ടുവന്ന് അവരെ കോർപ്പറേറ്റുകളെ അടിമകളാക്കാൻ വേണ്ടി പരിശ്രമിച്ചപ്പം അവര് ഇന്ത്യ കണ്ട അതിരൂക്ഷമായിട്ടുള്ള ഐതിഹാസികമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തി. ആ 3 ബില്ലുകളും അവർക്ക് കൊട്ടയിൽ വെക്കേണ്ടി വന്നു എന്നുള്ളത് മാത്രമല്ല, ഇന്ത്യൻ തൊഴിലാളി വർഗത്തിനെതിരെ അവർ കൊണ്ടുവന്നിട്ടുള്ള കോഡുകളും കൊട്ടയിൽ വെക്കേണ്ടി വന്നു. അങ്ങനെയാണ് അത് പെൻഡിങ്ങിൽ നിന്നത്. പക്ഷെ ഇപ്പോഴവരത് പുറത്തെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളി വർഗത്തിന്റെ തലക്ക് മേലെ അത് ഡെമോക്രസിന്റെ വാളുമായി തൂങ്ങിക്കിടക്കുകയാണ്. ഇതിനെതിരെയാണ് നമ്മുടെ എറണാകുളത്തെ STTU യൂണിയന്റെ നമ്മുടെ യൂണിയൻ ഇവിടെ ഒരു ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ധർണ എത്തിപ്പെട്ടിട്ടുള്ള എല്ലാ സഹാക്കളെയും ഞാനിവിടെ കണ്ടു. അവരോടെല്ലാം സഹോദര സ്നേഹ അഭിവാദ്യം പറയുന്നു. ഇതിനെതിരെയുള്ളതായിട്ടുള്ള പോരാട്ടം STTU യൂണിയൻ അങ്ങനെ അവസാനിപ്പിക്കാനൊന്നും പോകുന്നില്ല. നമ്മുടെ മുദ്രാവാക്യം നിങ്ങൾ വിളിച്ചു, ചൂഷണമില്ലാത്ത ലോകം, ചൂഷിതരില്ലാത്ത ലോകം, ചൂഷണമില്ലാത്ത തൊഴിലിടം. ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. അതൊരു ചെറിയ കാര്യമല്ല. ചൂഷണമില്ലാത്തൊരു ലോകത്തിന് വേണ്ടിയിട്ട് ഇന്നോ ഇന്നലെയോ അല്ല നമ്മുടെ തൊഴിലാളി വർഗം പ്രവർത്തിക്കാൻ തുടങ്ങി. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ ഉറക്കം എന്ന മുദ്രാവാക്യം വെച്ചുകൊണ്ട് ചിക്കാഗോയിലെ തൊഴിലാളികൾ പോരാടിയത് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ്. ലോക തൊഴിലാളി വർഗം അതിൻ്റെതായിട്ടുള്ള വമ്പൻ പോരാട്ടം